വാർത്തകൾ തുടരുന്നു. KMCT കാലിക്കറ്റ് കോളേജിന്റെ നേതൃത്വത്തിലുള്ള NSS ക്യാമ്പിന് തുടക്കമായി. കരളായി ദേവദാർ LP സ്കൂളിൽ നടന്ന ക്യാമ്പ് വാർഡ് മെമ്പർ സുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ വന്ന് ഇവിടുത്തെ സംഘാടകരെ വിളിച്ചു കൂട്ടിയപ്പോൾ ഇവർക്ക് 10 മണിക്ക് ഭക്ഷണം വേണമെന്ന് അവരെ പ്രിൻസിപ്പാൾ ആവശ്യപ്പെട്ടപ്പോൾ പല സംഘടനയിൽപ്പെട്ട ഇവിടുത്തെ പ്രദേശവാസികളും എൻ്റെ വാർത്ത തൊഴിലുറപ്പ് തൊഴിലാളികളും അവരെ വക ഒരു ദിവസം അവർ ഭക്ഷണം കൊടുക്കാമെന്നും അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള ക്ലബ്ബുകാരും ഈ റോഡിൻ്റെയും അടുത്തുള്ള പ്രദേശവാസികളും ഓരോ ദിവസവും അവർക്ക് 5 ദിവസം ഭക്ഷണം കൊടുക്കാൻ ഈ കമ്മിറ്റി അംഗങ്ങൾ തീരുമാനിച്ചാലും 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. KMCT കോളേജിലെ 120ഓളം NSS വോളണ്ടിയർമാരാണ് ക്യാമ്പിലുള്ളത്. കഴിഞ്ഞ ദിവസം കരളായിലെ റോഡ് നവീകരണ പ്രവൃത്തിയാണ് വോളണ്ടിയർമാർ നടത്തിയത്. ക്യാമ്പിന് പ്രിൻസിപ്പൽ N കുമുദിനി, മനോജ്, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. പരിപാടിക്ക് അലി അക്ബർ, ഷാനവാസ്, ദേവദാർ LP സ്കൂൾ പ്രധാനാധ്യാപകൻ കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ടെലിഫിലിം നിർമ്മിക്കുന്നു. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ടെലിഫിലിം നിർമ്മിക്കുന്നത്. കവി അയ്യപ്പ പണിക്കരുടെ വീഡിയോ മരണം എന്ന കവിതയെ അവലംബമാക്കിയാണ് ടെലിഫിലിം നിർമ്മിക്കുന്നത്. സ്കൂൾ മലയാളം അധ്യാപകൻ പ്രേമാനന്ദന്റെ മേൽനോട്ടത്തിൽ ഹരിപ്രിയ, സായി വൃന്ദ, പ്രജി എന്നിവരുടെ തിരക്കഥയിൽ ഷാനിയാണ് ടെലിഫിലിമിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അധ്യാപകരായ ദേവരാജൻ, റിയാസ്, സുബ്രഹ്മണ്യൻ, വിജയൻ, ഗീത എന്നിവർ നേതൃത്വം നൽകി. കരുവാരക്കുണ്ടിൽ ജലവിഭവ വകുപ്പിന്റെ അധീനതയിലുള്ള കനാൽ സ്വകാര്യ വ്യക്തി നികത്തുന്നതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജലവിഭവ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മൊയ്തീൻകുട്ടിയും സംഘവും സ്ഥലം സന്ദർശിച്ചു. വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ കനാലിനായി ഏറ്റെടുത്ത ഭൂമി സ്വകാര്യ വ്യക്തി റോഡിനു വേണ്ടി നികത്തുന്നുവെന്നാണ് പരാതി ഉയരുന്നത്. കരുവാരക്കുണ്ട് കൽക്കുണ്ട് പ്രദേശത്തെ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് ചെറുകിട ജലസേചന പദ്ധതി തുടങ്ങുന്നതിനു വേണ്ടിയാണ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തത്. സ്വകാര്യ വ്യക്തികളിൽ നിന്നും പൊന്നും വില നൽകിയാണ് സർക്കാർ സ്ഥലം സ്വന്തമാക്കിയത്. എന്നാൽ സർക്കാർ ഏറ്റെടുത്തു എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിക്കുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തോട്ടിൽ മണ്ണിട്ടാണ് സ്ഥലം നികത്തുന്നത്. സംഭവം വിവാദമായതോടെ മലപ്പുറം ജലവിഭവ വകുപ്പ് സംഘം സ്ഥലം സന്ദർശിച്ചു. രേഖകൾ തനിക്ക് അനുകൂലമാണെന്നാണ് സ്ഥലം ഉടമ പറയുന്നത്. എല്ലാ രേഖയും ലഭിച്ചതിന് ശേഷമാണ് റോഡ് പണി ആരംഭിച്ചതെന്നും സ്വകാര്യ വ്യക്തി പറഞ്ഞു. AE CK ഹുസൈൻ സംഘത്തിലുണ്ടായിരുന്നു. നാഷണൽ സർവീസ് സ്കീം പൂക്കോട്ടുംപാടം സ്കൂൾ യൂണിറ്റ് സപ്തദിന ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ക്യാമ്പ് അംഗങ്ങൾക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാർത്ഥികളാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ പലതും ബോധപൂർവം സംഭവിക്കും, ബോധപൂർവം അല്ലാതെയും സംഭവിക്കാൻ ഇടയുണ്ട്. അത്തരം സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുമ്പോൾ വിഷമിക്കുന്ന കാര്യങ്ങളാണ്. പറമ്പ ഗവൺമെന്റ് UP സ്കൂളിലാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ വിവിധ ക്യാമ്പുകൾ, ചർച്ച, സോഷ്യോ ഇക്കണോമിക് സർവേ, മാധ്യമ സെമിനാർ, വാന നിരീക്ഷണം, കലാസംഗമം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് M അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ A ഗിരീഷൻ ആമുഖ പ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം PU സിന്ധു, ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ തോമസ് K എബ്രഹാം, PTA വൈസ് പ്രസിഡന്റ് CP സുബ്രഹ്മണ്യൻ, CP സതീരത്നം എന്നിവർ പ്രസംഗിച്ചു. ഒരു ഇടവേള കൂടി.